ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിതാ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൂരിയാണ്. ഇന്നത്തെ രാവിലത്തെ ചായക്ക് പൂരിയും മസാലക്കറിയും ആക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ പൂരി ചുടുമ്പോൾ പൊന്തുന്നില്ല എന്നുള്ളൊരു പരാതി അധികം ആളും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചില ദിവസം നമ്മൾ എവിടെയെങ്കിലും വീട്ടിൽ നിൽക്കാനെല്ലാം പോയി കഴിഞ്ഞാൽ പൂരി പൊന്തുന്നില്ല, ഞാൻ ചുടുന്ന പൂരി എപ്പോൾ ഇങ്ങനെയാണെന്നെല്ലാം പറയുന്നത് കേൾക്കാം. അപ്പോൾ പൂരി ചുട്ടിടുമ്പോൾ വലിയ നല്ല ഇങ്ങനെ പപ്പടം മാതിരി പൊന്തി വരാനൊരു സൂത്രമുണ്ട്. എന്നാന്ന് പറഞ്ഞാൽ ആട്ടപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എടുത്തിട്ട് കുഴക്കുമ്പോൾ പച്ചവെള്ളവും ഉപ്പും ചേർത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുമല്ലോ. ആ കുഴക്കുന്നതിൻ്റെ അകത്ത് ഒന്നുമില്ല ഒരിത്തിരി വെളിച്ചെണ്ണ ചേർത്തിട്ട് കുഴക്കുക, അല്ലെങ്കിൽ ഇത്തിരി പാല് ചേർക്കുക, അല്ലെങ്കിൽ ഇത്തിരി റവ ചേർക്കുക. ഉപ്പുമാവിൻ്റെ റവ ഉണ്ടല്ലോ, അപ്പം അത് ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. എന്നാൽ ഇതുപോലെ നല്ല ഇങ്ങനെ പൊന്തി വരുന്ന അടിപൊളി പൂരി കിട്ടും. ഹോട്ടലിൻ്റെ നമ്മൾ കാണില്ലേ കണ്ണാടിക്കൂട്ടിൽ വലിയ പൂരി ഇങ്ങനെ ഇതാക്കിയേക്കുന്നത്. ആ വലുതി നമുക്ക് ചുടണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഞാനിങ്ങനെ കുഞ്ഞാക്കിയിട്ടാണ് ചുടുക. അതുപോലെ എല്ലാവരും ഇങ്ങനെ ഒന്ന് പൂരി ചുട്ടിട്ട് ഇതുവരെ പൊന്താത്ത ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. ഈ പറഞ്ഞ പോലെ രാവിലെ ഞാൻ പൂരിയും നെയ്പത്തലെല്ലാം ഉണ്ടാക്കുക ഏതെങ്കിലും ഒരു ദിവസമാണ്. കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസമോ എവിടെയും പോകണ്ടാത്ത ദിവസങ്ങളിൽ മാത്രമേ ഞാൻ പൂരിയെല്ലാം ചുട്ട് കൊടുക്കൂ. ഈ എണ്ണയിലുള്ള സാധനം തിന്നിട്ട് പോയി കഴിഞ്ഞാൽ, എണ്ണയിൽ ചുട്ട സാധനം തിന്നിട്ട് പോയി കഴിഞ്ഞാൽ സ്കൂൾ ക്ലാസ്സിലെല്ലാം ഇരിക്കുമ്പോൾ ഒരു മലുക്ക് പിടിച്ച മാതിരി ഉണ്ടാവും. ഒരു ഉറക്കം തൂങ്ങിയിട്ടെല്ലാം വല്ലാത്തൊരവസ്ഥയായിരിക്കും. ഒരു തലക്കൊരു കനം പിടിച്ച മാതിരി ഉണ്ടാവും. അതുകൊണ്ട് സ്കൂളില്ലാത്ത ദിവസം മാത്രമേ ഇങ്ങനത്തെ ചുട്ട് കൊടുക്കൂ. അന്നേരം ഫ്രീ ആയിട്ട് തിന്നാലോ, ഇവിടെ പോകുന്നില്ലല്ലോ, ഇവിടെ തന്നെ ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ പൂരിക്ക് ഞാനിന്ന് ഉണ്ടാക്കിയത് ഉരുളക്കിഴങ്ങിൻ്റെ മസാലക്കറിയാണ്. അല്ലെ ബാജിക്കറിയായാലും കുഴപ്പമില്ല, മസാലക്കറിയാകുമ്പോൾ പെട്ടെന്ന് കഴിയും. ഞാൻ പച്ച തേങ്ങ അരച്ചിട്ടാണ് വെച്ചത്. എല്ലപ്പോൾ ഞാൻ വറുത്തരച്ച തേങ്ങ അരച്ചിട്ടാണ് പൂരീൻ്റെ കറിയെല്ലാം വെക്കുക. പക്ഷേ എങ്കിൽ രണ്ടും കൂടി ആകുമ്പോൾ എണ്ണയാകുമ്പോൾ വല്ലാത്തൊരു പ്രശ്നം വരും. അപ്പോൾ നമ്മളിതാ ചായ കുടിക്കുന്ന പൂരിയും മസാലക്കറിയും ചായയും. പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂട്ടുക. നാളെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും. പിന്നെ എന്താ പറയട്ടെ, എൻ്റേതായി ഞാൻ ഉണ്ടാക്കുന്ന രീതികളിൽ ഓരോന്നുണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരും. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.